ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അരിമുറുക്ക് തയ്യാറാക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു 4 മണി പലഹാരമായിട്ട് നല്ലൊരു സ്നാക്സായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അരിമുറുക്ക് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ കേടാവാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു മൈ ചാനൽ വിബി അച്ചു ഹോം. ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 1/2 കപ്പ് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒത്തിരി ഒന്നും റോസ്റ്റായി പോവരുത്. അതിനുശേഷം ഇത് നല്ലതുപോലെ പൊടിച്ച് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്ത് വെക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മിയതും ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ച് ഇതും നല്ലതുപോലെ അരച്ചെടുക്കണം. മുറുക്കിൻ്റെ മാവ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടിയപ്പപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉഴുന്നിൻ്റെ പൊടിയും അരച്ച് വെച്ചിട്ടുള്ള തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂണും കറുത്ത എള്ള് ഒരു 1/2 ടീസ്പൂണും ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും പൊടികളും മസാലയും ചേർത്ത് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക. ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. ചൂടുവെള്ളം ആയതുകൊണ്ട് കൈ ഒന്നും പൊള്ളാതിരിക്കാൻ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ആറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കൈ വെച്ച് നല്ലതുപോലെ സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന അതേ ഒരു സോഫ്റ്റ് മാവ് ആക്കി കുഴച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ ഒരു സോഫ്റ്റ് മാവ് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുറുക്ക് തയ്യാറാക്കാം. സേവനാരിയുടെ മുറുക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചില്ലി സേവനാരിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് മാവ് ഫില്ല് ചെയ്യാം. കുറച്ച് മാവ് ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം സേവനാരിയിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി മാവും സേവനാരി ഫില്ലാവുന്നിടം വരെ ഇട്ട് കൊടുത്തതിന് ശേഷം സേവനാരിയുടെ അടപ്പ് വെച്ച് അടച്ച് നമുക്ക് മുറുക്ക് പിഴിയാം. മുറുക്ക് പിഴിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ഒരു സേവനാരിയുടെ ഇങ്ങനെ ഒരു റൗണ്ട് രീതിയിൽ ഇങ്ങനെ ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുറുക്ക് റെഡിയായി കിട്ടും. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പം മുറുക്ക് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഈസിയായിട്ട് ചെയ്യുന്ന വേറൊരു രീതി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. മുറുക്ക് വറുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. എണ്ണ ഒരുപാട് ചൂടാവുമ്പോൾ മുറുക്കിൻ്റെ പീസ് ഇട്ട് കൊടുക്കരുത്. ഒരു 3/4% ചൂടായാൽ മതിയാവും. ഞാൻ പ്ലേറ്റിൻ്റെ മുകളിൽ ചുറ്റിച്ച് കാണിച്ച അതേ രീതിയിൽ ഇതുപോലെ ഒരു തവിയുടെ മുകളിലേക്ക് മുറുക്ക് ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം എണ്ണയിലേക്ക് ഒരു 7-8 സെക്കൻഡ് പിടിച്ചിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തവി ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുക. അപ്പം നമ്മുടെ മുറുക്ക് എണ്ണയിലേക്ക് വീഴും. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കി മാവും ഇതുപോലെ തവിയുടെ മുകളിൽ ചുറ്റിച്ച് കൊടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു അളവിൽ മുറുക്ക് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒരു 24-25 പീസ് വരെ മുറുക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൂടാതെ കടലമാവ് വെച്ചിട്ടും നമുക്ക് മുറുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തേങ്ങായും ഉഴുന്നുപരിപ്പും ചേർക്കണ്ട. ബാക്കി മസാലകൾ ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.